ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ് വി സർ. വി ടോക്കിലേക്ക് സ്വാഗതം അജി. താങ്ക് യു സർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അജി HR സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പെർട്ടാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ശരി, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ സാർ. നമ്മൾ ലാസ്റ്റ് 15 ഇയേഴ്സായിട്ട് നമ്മൾ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മളുടെ കമ്പനി, നമ്മുടെ IT സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഡേ 1 തൊട്ട് HR ആൻഡ് പേറോൾ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ പേറോൾ എന്താണ്, HRMS ആണ്. ഇപ്പോൾ പേറോളിലേക്ക് നമുക്കിപ്പം മാർക്കറ്റിൽ കാണാം, ഗ്രേറ്റ് HR പോലെയുള്ള സാസ് മോഡലുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാം. പിന്നെ അല്ലാണ്ട് കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അവർ അറ്റൻഡൻസ്, പേറോൾ ആ റിലേറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നിടം തൊട്ട് അദ്ദേഹത്തെ നമ്മൾ ഹയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് നടത്തി, അല്ലെങ്കിൽ അവരുടെ ഹയറിംഗ് പ്രോസസ്സ് നടത്തിയിട്ട് അവരെ ഓൺ ബോർഡ് ചെയ്ത് അവരെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ആവശ്യമായ ലേണിങ് അല്ലെങ്കിൽ ട്രെയിനിങ്സ്, ദെൻ പെർഫോമൻസ് വാല്യുവേഷൻസ്, അങ്ങനെ ഒരു എൻഡ് ടു എൻഡ് നമ്മളൊരു എംപ്ലോയിയുടെ ലൈഫ് സൈക്കിളിനെ ഹാൻഡിൽ ചെയ്ത് അയാൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നിടം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ, ഇപ്പോൾ സാറിൻ്റെ ഇതിൽ സാറിന് കുറച്ച് അധികം എംപ്ലോയീസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ പുറകെ സാറിന് വടിയായിട്ട് നിൽക്കുന്നതിന് പകരം നമുക്ക് അവരെ എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് അവരെ കുറച്ചുകൂടി എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും നമ്മളുടെ HR സിസ്റ്റത്തിനെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നമ്മുടെ ഈ HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന ഇതിൽ നമുക്ക് അത്യാവശ്യം ലീഡിങ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവരുടെ പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതും നമ്മുടെ എനി കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം സാറിന് അറിയാവുന്ന പോലെ നമ്മൾ ഓരോ കമ്പനിയുടെയും പ്രോബ്ലത്തിനാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ HR ഓഡിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ച് അതിനനുസരിച്ചുള്ളൊരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഈ HR-ലാണ്. അതെ, അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ കൂടുതൽ എങ്ങനെ പേഴ്സണലൈസ് ആകാതെ അതെ. എങ്ങനെ നമ്മൾ അവരെ കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് സാർ. നമ്മൾ കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ, ഇപ്പം പല കമ്പനികളും പോളിസി ഉണ്ടാവില്ല, പക്ഷേ പോളിസി ഉണ്ടെങ്കിൽ തന്നെ അത് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ടാവത്തില്ല. അപ്പം ആ ഇംപ്ലിമെൻ്റ് ആവാത്ത സ്ഥിതിക്ക് ഇതിങ്ങനെ വെർബലി പറഞ്ഞ് അല്ലെങ്കിൽ മാനുവലി നമ്മളൊരു ഇത് ട്രാക്ക് ചെയ്ത്, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ സെയിൽസിൻ്റെ സ്റ്റാഫ് അവർ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാവും, നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാകത്തില്ല. നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്, നമുക്ക് അവരോട് പോലും അറിയാതെ നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അവർക്കതൊരു ബേഡനല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് അത് മാറി. അതുപോലെ നമ്മുടെ HR സിസ്റ്റത്തിനകത്തൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് AI വെച്ചിട്ട് നമുക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ലീഡറിന് കിട്ടും, അല്ലെങ്കിൽ HODക്ക് കിട്ടും. അപ്പോൾ അവർക്കത് ഈസിയായി, കുറച്ചുകൂടി ഈസിയാക്കി അവരുടെ പ്രോസസ്സിനെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങി വെച്ചുകൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ആവില്ല. അവിടെയാണ് പലയിടത്തും നമ്മൾ ഫെയിൽ ആവുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന് സപ്പോർട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കൺസൾട്ടൻസ് നമ്മുടെ കൂട്ടത്തിൽ വർഷങ്ങളായിട്ട് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന HR കൺസൾട്ടൻസും മാനേജ്മെൻറ്റ് കൺസൾട്ടൻസും നമുക്കൊരു ബാക്കപ്പായിട്ട് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് ഇംപ്ലിമെൻറ്റേഷനും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴേ എംപ്ലോയീസിന് ഒരു ഫീൽ വരുമോ? എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങ് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഇത് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി, അങ്ങനെ ഒരു ഫീലിംഗ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല സാർ, അതിനെ നമ്മൾ പണ്ടത്തെ ഒരു ട്രഡീഷണൽ വേയിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ എംപ്ലോയിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കൂടുതലാക്കി നമ്മുടെ സിസ്റ്റം ത്രൂ തന്നെ. അപ്പോൾ സാറിന് ലീവ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ എംപ്ലോയി സെൽഫ് സർവീസ് ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് കയറിയിട്ട് വെബ് ആപ്ലിക്കേഷനിലേക്ക് കയറിയിട്ട് സാറിന് അപ്ലൈ ചെയ്യാം. സാറിൻ്റെ ഇമ്മീഡിയറ്റ് ഓഫീസർ നോക്കി അദ്ദേഹത്തിന് ഇന്ന ഫ്രാക്ഷൻ അദ്ദേഹത്തിന് അവിടെ തന്നെ അപ്രൂവ് ചെയ്യാം. അവിടെ ഒരു ചോദിച്ച് പേഴ്സണലൈസ് ചെയ്യേണ്ട കാര്യമില്ല. സാറിന് അവൈലബിൾ ആണ്, സാറിനത് എന്താ പറയുക, എലിജിബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവിടെ ആ ഓട്ടോമേഷൻ നടന്നിരിക്കും. നമ്മളിപ്പോൾ വരുന്ന കാര്യങ്ങളിലേക്ക് മുന്നേക്ക് നമ്മൾ വരും തോറും നമ്മൾ കൂടുതലും AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വർക്കാണ് നടന്നത്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ലീവ് അപ്ലൈ ചെയ്യാം. വാട്സപ്പിൽ തന്നെ നിങ്ങളുടെ ലീവ് ആപ്ലിക്കേഷൻ നോക്കി ഒന്നും പേഴ്സണലൈസ് ചെയ്യാതെ സിസ്റ്റം നിങ്ങളോടെല്ലാം സംസാരിക്കും. അതാണ് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു 25 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ പല ഓഫീസുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും എല്ലാവരും ഒരു എന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുക, എപ്പോഴും വടിയെടുക്കുന്ന ഒരു ഫീലിംഗ് വരുമോ എന്നുള്ളൊരു സംശയം വരും. അത് വരാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവരുടെ ഈ അപ്രൈസലൊക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് നമ്മുടെ അപ്രൈസൽ സിസ്റ്റം അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഓരോ ഇൻഡസ്ട്രി വൈസ് അല്ലെങ്കിൽ ഓരോ ക്രൈറ്റീരിയ വൈസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട്
ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് അവരുടെ ഓർഗനൈസേഷൻ എന്താണ് ആവശ്യം എന്നുള്ളത് പഠിച്ചിട്ട് നമ്മൾ ഫുള്ളി അവർക്കായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയി കൊടുക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ അറ്റൻഡൻസ് ഒരു പാരാമീറ്റർ ആവാം. ഇപ്പം നമ്മുടെ ജെൻസി പിള്ളേർ നമ്മൾ പറയുന്നത് തന്നെ നമ്മുടെ HRMS ജെൻസി HRMS എന്നാണ്. അപ്പോൾ നമ്മുടെ ജെൻസി പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് കൂടുതലും അവർ ഭയങ്കര ബ്രില്യൻ്റ് ആളുകളാണ്. അവരുടെ ടൈമിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഓടി പുറകെ നടന്ന് കൃത്യമായിട്ട് 9:30 to 5:30 അവരെ മോണിറ്റർ ചെയ്യണമെന്നില്ല. അവരുടെ ടാസ്ക് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കും. അപ്പോൾ നമുക്കൊരു ടാസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. അയാൾക്ക് കൊടുത്ത ടാസ്ക് അയാളുടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് അലോ ചെയ്തിരിക്കുന്ന ടൈമിൽ തീരുന്നുണ്ടോ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിസ്റ്റം ഉണ്ട്. അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ടാസ്ക് മാനേജ്മെൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ PMSലേക്ക് അത് ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ഓൺ ആയി. ദെൻ അവരുടെ ടൈമിങ്, അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ഇപ്പം നമ്മുടെ എന്താ പറയുക, നേരത്തെ നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ CEO അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവർക്ക് ഇഷ്ടമുള്ളവർക്കൊരു അപ്രൈസൽ 1 year കഴിയുമ്പോൾ ഒരു അപ്രൈസൽ കൊടുക്കും അല്ലേ. അപ്പോൾ അതെല്ലാം സിസ്റ്റത്തിൽ മാറി. എംപ്ലോയിക്ക് തന്നെ കാണാം ഞാൻ എന്താണ് ലാസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിൽ ഞാൻ എന്താണ് പെർഫോം ചെയ്തത്, ഞാൻ അതിനെപ്പറ്റി അവെയർ ആകുന്ന രീതിയിൽ സിസ്റ്റം അവരോട് സംസാരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഓരോ സിനാരിയോ നോക്കുമ്പോഴേ ഇപ്പോൾ ഈ PF ESA അങ്ങനെയുള്ള കുറേ സ്റ്റാറ്റ്യൂട്ടറി ആക്ടിവിറ്റി അതൊക്കെ അതിനകത്ത് എങ്ങനെയാണ്? എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പം നമുക്ക് ESAയുടെയും PFൻ്റെയും ഒക്കെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഷീറ്റ് വരെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പേറോൾ വഴി നമുക്ക് കിട്ടും. ഒരു സിംഗിൾ ബട്ടൺ ക്ലിക്കിൽ പേറോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. മേക്കർ ചെക്കർ സിസ്റ്റം ഉണ്ട്. അതെല്ലാം അപ്രൂവൽസ് വർക്ക് ഫ്ലോസ് നമുക്ക് കംപ്ലീറ്റ് അതിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ദെൻ നമുക്ക് നല്ലൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, ട്രെയിനിങ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ലേണിംഗ് എക്സാംസ്, ഓൺലൈൻ എക്സാംസ് അതിൻ്റെ അകത്ത് തന്നെ കണ്ടക്ട് ചെയ്യാം. അവർക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇഷ്യൂ ചെയ്യാം. ടോട്ടൽ എത്ര അവേഴ്സ് ട്രെയിനിങ് ഓരോ എംപ്ലോയിയും അറ്റൻഡ് ചെയ്യുന്നുള്ള എല്ലാം അവരുടെ എംപ്ലോയീസ് സെൽഫ് സർവീസിൽ തന്നെ അവർക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് ഇപ്പോൾ ഒരാൾ നമ്മൾ അതിനകത്ത് സിസ്റ്റത്തിൽ ഇടുന്നു വെച്ചോ, അപ്പോൾ ഈ പുള്ളി ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതെങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? നമ്മുടെ എല്ലാത്തിനും ഫുൾ ട്രാക്കിലാണ് സാർ. ഇപ്പം സാർ ആസ് ആൻ എംപ്ലോയി സാറിൻ്റെ എംപ്ലോയി സെൽഫ് സർവീസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ സാറിന് കാണാൻ പറ്റും സാർ എത്ര കോഴ്സ് അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടി, ദെൻ ഏതൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ടോട്ടൽ ഒരു 1 year എത്ര ട്രെയിനിങ് അവേഴ്സ് സാർ എടുത്തിട്ടുണ്ട്. ദെൻ സാറിന് അതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം, ഓൺലൈൻ എക്സാംസ് അതിൻ്റെ അകത്ത് എഴുതാം. ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് അലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഏതെല്ലാം ടൈപ്പ് ഇൻഡസ്ട്രിക്ക് യൂസ് ആകും? കൂടുതലും നമ്മൾ ഹോസ്പിറ്റൽസിനാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് NBFCs, മാനുഫാക്ചേഴ്സ്, ചെയിൻസ്, ഫുഡ് ചെയിൻസ്, അങ്ങനെ നമുക്ക് എനി കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയിൽ നമുക്കിത് ചെയ്യാം. പിന്നെ നമ്മൾ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനായിരിക്കും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ അതിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് നമുക്ക് ടീമുണ്ട്. ദെൻ അതിനൊരു പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഇതൊരു 1 time പ്രൈസിങ്ങിലാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് സാസിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും വരാറുണ്ട്. നമ്മളിത് വരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് വി ആർ കമ്മിങ് ടു യുവർ ഷൂസ്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നിങ്ങളുടെ പോയിന്റിലേക്ക് നമ്മളെത്തും. അപ്പോൾ അതാണ് നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. ഇതിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ പലർക്കും ഒരു സംശയം ഈ ഡേറ്റ സെക്യൂരിറ്റി. അപ്പോൾ അതിന് നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? നമ്മൾ ചെയ്യുന്നത് സാർ അത് നമ്മൾ കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് വന്നു നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് ആ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളെ സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങളുടെ സെർവറിലായിരിക്കും ഈ ഡേറ്റയും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഒരു സ്റ്റാഫ് പോലും നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ സെർവർ ആക്സസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേറ്റ എടുത്ത് നോക്കുക അതിനുള്ള പ്രൊവിഷൻ നമുക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ IT ടീമിന് നമ്മൾ ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ സൈൻ ഓഫ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ AMC എടുത്താൽ പോലും നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും ഞങ്ങളതിന് ആക്സസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും. ഇപ്പോൾ ഡേറ്റാബേസ് മാത്രം നമുക്ക് ബാക്കപ്പ് എടുക്കുന്നത് അങ്ങനെ നമുക്ക് പ്രൊവിഷൻസ് നിങ്ങളുടെ എന്താണോ പ്രൊവിഷൻ നമുക്ക് തരുന്നത് അതനുസരിച്ച് ഞങ്ങൾ അതായിരിക്കും. പിന്നെ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് നിങ്ങളായിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ എഗ്രിമെൻറ്റ്സും നമ്മൾ വെച്ചിട്ടാണ് ഇത് നമ്മുടെ എംപ്ലോയീസുമായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള എഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സംശയം വരുന്നത്, ഇപ്പോൾ നമ്മുടെ HRMS ഇതും ഈ മറ്റുള്ള സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലരും ഈ ടാലി യൂസ് ചെയ്യുന്നുണ്ട്, സോഹോ യൂസ് ചെയ്യുന്നു, SAP യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓറക്കിൾ, അങ്ങനെ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻ്റഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഇൻറ്റഗ്രേഷൻ നമുക്ക് എനി കൈൻഡ് ഓഫ് ഇൻറ്റഗ്രേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ SAP ആയിട്ട് ചെയ്യാറുണ്ട്, ടാലി ആയിട്ട് ചെയ്യാറുണ്ട്, ദെൻ അല്ല ബാങ്ക്സ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പം API നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, API പ്രൊവൈഡ് ചെയ്യുന്ന ഏത്
തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ പോസിബിൾ ആണ്. പിന്നെ വാട്സപ്പ്, ചാറ്റ് GPT, AI ടൂൾസ് ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാര്യം ചോദിക്കാന്ന് വെച്ചാൽ പലർക്കും ഒരു വലിയൊരു കൺസേൺ ആണ്. എന്താ പറയുക, നമ്മളൊരു ആൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ലെഗസി സിസ്റ്റത്തിൽ ഇതിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള സംശയം. ചെയ്യാൻ പറ്റും, അതാണ് എല്ലാവർക്കും ഒരു പെട്ടെന്ന് വരുന്നൊരു അതെ. സംശയം. കാരണം വെച്ചാൽ ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റുന്നത്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരു 100-150 എംപ്ലോയീസ് ഉള്ള സ്ഥലത്ത് അപ്പോൾ അവരെ എങ്ങനെ നമ്മൾ അവർക്ക് ട്രെയിനിങ് ആദ്യം കൊടുക്കും? ഇതിൻ്റെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് 3 months പേരോളം നമ്മളുടെ ഒരു സ്റ്റാഫ് ഒരു സിംഗിൾ പോയിന്റ് അവരെ കോൺടാക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യും. ദെൻ അത് കൂടാണ്ട് ഫിസിക്കലി അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ദെൻ അതുകൂടാണ്ട് ഓൺലൈനിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും. 24 hours നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾക്ക് കണ്ടക്ട് ചെയ്യാം. നമ്മളുടെ ട്രെയിൻഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്റ്റാഫിനെ സ്റ്റാഫിനെ അല്ലെങ്കിൽ IT സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ അതിൻ്റെ മാനുവൽസും അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരോ ഇൻഡസ്ട്രി ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അതെ, സപ്പോസ് നിങ്ങൾ ഈ പേറോൾ ആസ് സർവീസ് അങ്ങനെ ചെയ്യാറുണ്ടോ? അതും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതായത് ഇപ്പോൾ സാറിൻ്റെ കമ്പനിയിലെ പേറോള് അത് നമ്മൾ എടുത്തിട്ട് ആസ് എ ബിസിനസ് ഓണർ സാറൊന്നും അറിയണ്ട, എൻഡ് ഓഫ് ദ മന്ത് സാറിന് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പേറോൾ നമ്മൾ എക്സൽ ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് മീഡിയമാണോ വേണ്ടത് ആ മീഡിയത്തിൽ നമ്മൾ പേറോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ HR ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്തു. അത് നല്ലൊരു സർവീസാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പലർക്കും ഈ കോർ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഈ ചില ഏരിയാസ് അവർ വലിയ കാര്യമായിട്ട് നോക്കത്തില്ല. പക്ഷേ അവർക്ക് എംപ്ലോയീസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കാണും. അപ്പോൾ പേറോൾ നമ്മൾ ഈ ഔട്ട്സോഴ്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതെ, അതുകൊണ്ടാണ് അത് സ്പെസിഫിക് അത് സ്റ്റാച്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള അറ്റൻഡൻസ് മോണിറ്ററിങ് എല്ലാം നമ്മളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സ്, അതും HR അതെല്ലാവരും HR ആണ്. HR കഴിഞ്ഞ ആളുകൾ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ അത് നോക്കി മോണിറ്റർ ചെയ്ത് സാറിൻ്റെ സ്ഥാപനത്തിലെ മീൻസ് അറ്റൻഡൻസ് ആൻഡ് ലീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി, പിന്നെ അതിൻ്റെ പെർഫോമൻസ് അപ്രൈസിൽ അതൊക്കെ നമുക്ക് പെർഫോമൻസും വേണം ഞങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറൊരു സംശയം വരുന്നത്, അപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഈ ഫിനാൻഷ്യൽ അപ്രൂവൽസ്, അതെ, അതിൻ്റെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യും? അത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പേറോള് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ സാറിൻ്റെ ലാപ്ടോപ്പിൽ സാർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സാറിന് കാണാൻ പറ്റും ഈ മാസത്തെ പേറോൾ ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന ഹെഡ്സിലാണ് പോയിരിക്കുന്നത്, ഇന്ന ആളുകൾക്ക് ആണ് പോയിരിക്കുന്നത്, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും, കൂടാതെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. സാർ അത് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം സാറിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മളിത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ഇതാണ്. പിന്നെ ഏതെല്ലാം രാജ്യങ്ങൾ ഇപ്പം സർവീസ് കൊടുക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒബിയസ്ലി നമ്മുടെ കേരള നമ്മുടെ ഒരു മാർക്കറ്റ് മെയിനായിട്ടുണ്ടാണ്. പിന്നെ നമ്മൾ കർണാടക, തമിഴ്നാട് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളത്. പിന്നെ നമ്മൾ GCC കൺട്രിയാണ് നമ്മൾ കൂടുതലുള്ളത്. നമ്മൾ ബഹ്റിൻ, സൗദി, UAE, ഖത്തർ, ഓക്കെ, ഇപ്പം നമ്മൾ കുവൈറ്റിലും ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ UK ഒരെണ്ണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ UK ബേസ്ഡ് കമ്പനിയാണ് നമ്മുടെ SSP ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ 4 കൺട്രിയിൽ നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഇതിൽ നമ്മൾ. അതെ, നമ്മളിപ്പം എന്താ പറയുക, HR എന്ന് മാത്രമല്ല, ഞങ്ങൾ പറയുന്നതിന് ഇതാണ് നിങ്ങളുടെ HR ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അതിപ്പോൾ അങ്ങനെ അതെ പല സർവീസിൽ അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അജിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു സർവീസാണ്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എഫിഷ്യൻസി കൂട്ടാൻ. അതെ, എൻ്റെ സോഫ്റ്റ്വെയർ പ്രൊവൈഡർ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു HR പാർട്ണറാണ് നമ്മൾ. ഒരു വെർച്വൽ HR ആയി നിങ്ങൾ വർക്ക് ചെയ്യും. അതെ, കാര്യം വെച്ചാൽ ഒരു ഈ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഫീല് വരാൻ പാടില്ല, ഏത് ഒരു പുറത്തുനിന്നുള്ള ഒരാളാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ളൊരു സംഭവം വരാതിരുന്നാൽ ഭയങ്കര സക്സസ് ആകും. തീർച്ചയായും നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ടീം മെമ്പറായിട്ട് നിന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിലായിരിക്കും ഞങ്ങൾ നിങ്ങളെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഓരോ കമ്പനിയും നമ്മുടെ ഒരു ഓൺ കമ്പനി എന്നുള്ളൊരു ഫീൽ അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും.